അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഫോറസ്റ്റിലാണുള്ളത്, ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ. മൈസൂരിൽ പോവുകയാണ് നമ്മൾ. അപ്പോൾ പെരുന്നാൾക്ക് ഒരു 3-4 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറിയതാണ് ഒരു ലോഡ് എടുക്കാൻ. ഗ്രോസ് ഇല്ല കൂടെ. ഒരു ലോക്കൽ നാട്ടിലേക്ക് എന്തെടുത്തുകൊണ്ട് പോരാന്ന് കരുതി. ഈ 3-4 ദിവസം ബാക്കിയുള്ളതല്ലേ. അപ്പം നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഓപ്പണായി, ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോയി നോക്കാം. ഫോറസ്റ്റ് തുറന്നുകൊണ്ടുള്ളൊരു നേരമായതുകൊണ്ട് നല്ല തിരക്കാണ് റോഡ്. രാവിലെ തന്നെ കാട് തുറന്ന് കയറല്ല, എല്ലാവരും കൂടി ചാടിക്കേരി. സിറ്റൊക്കെ പാറി വരുന്നുണ്ട്. നല്ല മഴയാണ് നാട്ടിലൊക്കെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ ഇല്ല. ഫോറസ്റ്റിൽ മഴ തന്നെയാണ്. മൈസൂർ മഴ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇപ്പോൾ കാട് പകുതിയായി. ഇപ്പോൾ ലേശം മയക്കൊരാക്കുണ്ട്. ഓപ്പോസിറ്റ് വണ്ടികൾ വരൽ തുടങ്ങി. നമ്മളെ ബോർഡറിലായിരിക്കാരം ബുദ്ധിമുട്ടാവുക. 2 സൈഡത്തെ വണ്ടികൾ വന്ന് ജാമാവും. ചെറിയ പാലത്തുമ്മ അവിടുന്ന് വണ്ടി തുറന്ന് ഈ പാലത്തിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചാടാൻ കിട്ടിയാൽ കഴിച്ചില്ലാവും, അല്ലെങ്കിൽ ബ്ലോക്കാവും. ചെറുവണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല. വലിയ വണ്ടികൾ അവിടുന്ന് അങ്ങോട്ടും കൂടി പാസിങ് വന്നാൽ ബ്ലോക്കാവും. അപ്പോൾ ഫോറസ്റ്റിലെ ബോർഡർ എത്തിയിട്ടുണ്ട്. വലിയ വണ്ടികൾ തിരിച്ചിങ്ങോട്ട് വരാത്തതുകൊണ്ട് ബ്ലോക്ക് ആയിട്ടില്ല. ചെറുവണ്ടികളായി വരൽ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ വണ്ടികൾ വരുമ്പോൾ ബ്ലോക്കാവും. രാവിലെ എപ്പോഴും ഈ പാലം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്കാവും. വലിയ വണ്ടികൾ മൈസൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ. ചെറുവണ്ടികൾ എത്തി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 2 വലിയ വണ്ടി ഇത് കൂടെ പാസ്സാവില്ല. അപ്പോൾ കാട് തുറന്ന ഉടൻ തന്നെ വേഗം കയറി പോന്നാൽ നമുക്ക് വേഗം തടി കിട്ടും ഇവിടുന്ന്. അപ്പോൾ വെൽക്കം ടു കർണാടക, നൈസ് മീറ്റ് യു. അപ്പോൾ ചെറുവണ്ടിക്ക് 20-ഉം വലിയ വണ്ടിക്ക് 50-ഉം ഇവിടെ ഫോറസ്റ്റ് എൻട്രി. അപ്പോൾ അതാണ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാസ്ടാഗ് ഒന്ന് എടുത്തോളൂ. മുന്നിലുള്ള വണ്ടിൻ്റെ ഫാസ്ടാഗ് അടിക്കണില്ല തോന്നുന്നു, നീങ്ങണില്ല. പോയി. ഫാസ്ടാഗ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്കണ്ട. മുന്നത്തെ വണ്ടിൻ്റെ എന്തോ ഫാസ്ടാഗിൽ പൈസ ഇല്ല, ഞാൻ അടിക്കൂല, തുറക്കൂല, എന്തോ ഏതോ തുറന്നു പോന്നു. മഴ ആയതുകൊണ്ട് ഫോറസ്റ്റൊക്കെ നല്ല പച്ചപ്പായി, നല്ല രസമായി. ഇപ്പോൾ ഫോറസ്റ്റ് ഫുള്ള് മരങ്ങളൊക്കെ അടിപൊളിയായിട്ട്. അപ്പം ഫോറസ്റ്റ് കൂടെയുള്ള നമ്മളെ സവാരി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫോറസ്റ്റ് ഇറങ്ങുകയാണ്. ഒരു ഗേറ്റ് ഉണ്ട്, അതിന് മാന്തി പൊളിച്ചിട്ടിരിക്കണം. എന്നാൽ അടുത്തൊരു ഗേറ്റ് പണി അല്ലെങ്കിൽ ഒന്ന് കോൺക്രീറ്റോ കാര്യങ്ങൾ ചെയ്യുക, അതുമില്ല, അത് മാന്തി പൊളിച്ചിട്ടിരിക്കണം. ഉള്ള ബൈക്കുകളൊക്കെ റോട്ടിലാണ്. ബൈക്കുകളെ വിചാരം ഓലാണ് റോഡ് ടാക്സ് ഇറക്കണമെന്നാണ്. ഓല കണ്ട് നമ്മൾ മാറിപ്പോകണം. അപ്പം ഇനി ഗുണ്ടൽപേട്ട പോയി ഗ്രീസ് അടിക്കണം. ഈ മഴ ആയതുകൊണ്ട് ഗ്രീസ് പെട്ടെന്ന് പോവുകയാണ്. വെള്ളം അടിച്ച് കയറി ഗ്രീസൊക്കെ പോകാൻ, പൊടിയും ചളിയും മണ്ണും കയറുക. അത് ഗ്രീസൊന്നും അടിക്കണം.
അങ്ങോട്ടൊന്നും കാര്യമായിട്ട് മഴ ചെയ്തിട്ടില്ല. രാത്രി എന്താ ചെറുതായിട്ട് ചാറി പോയിട്ടുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. റോഡൊക്കെ ഉണയിക്കണം. ട്രെയിലറാണ്, റോഡിലെവിടെയോ കൊണ്ടിട്ടാണ്ട് തലയും കൊണ്ട് നടക്കുക. അപ്പം നമ്മൾ ഗുണ്ടൽപട്ട എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഗ്രീസ് അടിക്കണം. ഇവിടുന്ന് മഴ തീരല്ല കേട്ടോ, ചില കുറവാണ്. അപ്പോൾ കുട്ടികൾ ഗ്രീസ് അടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ നടത്തി കേട്ടോ വണ്ടിൻ്റെ ഉള്ളിൽ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് അറിയിക്കണം. ഒക്കെ രസമല്ലേ. അപ്പോൾ അതുപോലെ ഗ്രീസ് അടിക്കണ ഗ്യാപ്പിൽ ഒരു കാലിച്ചായ കുടിച്ചാൽ അതും കൂടി കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ. ഇവിടെ ചെക്കന്മാർ ഉഷാറായിട്ട് ഗ്രീസ് അടിച്ചു തരും. പല സ്ഥലത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കണം, അതുപോലെ പിന്നാലെ നടന്നുകാണ്ട് അവിടെ എടുക്കുക, ഇവിടെ ആയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണം. താളിപ്പാണ് പറ്റിച്ചാൽ ഇവരവന് ഉഷാറായിട്ട് അടിച്ചോളും. അപ്പോൾ അവർ ഗ്രീസ് അടിക്കട്ടെ, ഒരു കാലിച്ചായ കുടിക്കാം, പിന്നെ മൈസൂരിൽ പോയിട്ട് നാസ്ത ആക്കാം. ഇതാണ് കബീർ ഖാൻ്റെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഗ്രീസ് അടി പരിപാടി കഴിഞ്ഞു കേട്ടോ. കൂടുതൽ നിർത്തിയപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഗ്രീസ് അടി കഴിഞ്ഞപ്പോത്തിന് നമ്മൾ മഴ പെയ്യൽ തുടങ്ങി. നല്ല കാലാവസ്ഥയായിരുന്നു, പെട്ടെന്ന് മാറി. അപ്പോൾ നേരെ ഞാൻ മൈസൂർ. അപ്പോൾ നമ്മൾ മൈസൂർ ബണ്ടിപ്പാളയത്ത് എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ പോകണം, ഓഫീസ് പാർക്കിങ്ങിൽ. നല്ല വെയിലുണ്ട്, മഴയും ചാറിയിരിക്കണം. ലോഡിനൊക്കെ പോകുമ്പോൾ മഴ ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ പാർക്കിങ്. അപ്പോൾ ഇതിനുള്ളിൽ കയറണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടോക്കൺ എടുക്കണം കേട്ടോ, പാർക്കിങ്ങിൻ്റെ. അതെടുക്കട്ടെ. ഇത് നമ്മൾ ടോക്കൺ എടുത്തു, 50 റുപ്യ കൊടുക്കണം. ഇതിനൊരു ടൈമുണ്ട് കേട്ടോ. ഇറങ്ങുമ്പോൾ ആ സമയം ആയിട്ടില്ലെങ്കിൽ 50 മതി, അല്ലെങ്കിൽ പിന്നെ 50 കൂടി കൊടുക്കേണ്ടി വരും. വണ്ടികൾ എത്രത്തോളം ഉണ്ട് എന്നാകും, നിറച്ച് വണ്ടികളുണ്ട്, ഒരുപാട് വണ്ടികളുണ്ടല്ലോ. തൽക്കാലം നമ്മളിങ്ങനെ പാർക്കിങ് ഇട്ടേക്കണ് വണ്ടികളുടെ ഇടയിൽ. അപ്പുറത്തും വണ്ടികളാണ്, ഇപ്പുറത്തും വണ്ടികളാണ്, ആകെ വണ്ടികളാണ്. ഇനി ഓഫീസിലൊന്ന് പോയി നോക്കട്ടെ, ഇന്ന് ലോഡാവോ എന്തോ. കുറേ വണ്ടിയുണ്ട്. നമ്മൾ ചെങ്ങൈൻ്റെ വണ്ടി ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്, SRK ലോജിസ്റ്റിക്. വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ലോഡായില്ല കേട്ടോ, നമ്മളുടെ ആൾട്ടായി. വണ്ടികൾ ഒരുപാട് പോയി. ഇവിടെ കണ്ടാൽ ഒരുപാട് വണ്ടികളുണ്ട് രാവിലെ വന്നപ്പോൾ, ഒക്കെ പോയിട്ടുണ്ട്. കുറഞ്ഞ വണ്ടികളുള്ളൂ. അപ്പോൾ നാളെ എന്തെങ്കിലും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, നോക്കാതല്ലോ. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച ആയി. അപ്പോൾ നമ്മൾ ബണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പോയി കയറ്റാറുള്ളത്. പട്ടിക്കാട്ടിക്കാണ്, പെരിന്തൽമണ്ണ പട്ടിക്കാട്ടിക്കാണ് നമ്മൾ ലോഡ് കയറ്റാറുള്ളത്. ഇതിൽ രണ്ടിൽ കാലിച്ചാക്കാണ്. ഇത് നിറച്ചിട്ട് വേണം നമുക്ക് ലോഡ് കയറ്റാൻ.
അപ്പോൾ നമുക്ക് നേരെ ബണ്ണൂർക്ക് വിടാം. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങാണ്. അവിടെ പൈസ കൊടുക്കണം പാർക്കിങ്ങിൽ. ഇന്നലെ നമ്മൾ 50 രൂപ ഫീസ് കൊടുത്ത് കയറിയതാണ്. അപ്പോൾ 50 കൂടി കൊടുക്കേണ്ടി വരും. പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ വാടക കൊടുത്തിട്ടോ 150 ആയത്. ഇന്നലെ 50 കൊടുത്തിരുന്നു എൻട്രി. അപ്പോൾ 24 മണിക്കൂറിന് 100. പിന്നെ ഇന്നലെ 8:45 നമ്മൾ ഇന്നലെ ഇതിലേക്ക് കയറിയത്. ഇന്ന് 10 മണിയായി. അപ്പോൾ ആ ഒരു 1.25 മണിക്കൂറിന് 50 രൂപ ജാസ്തി. ബണ്ണൂർ 30 കിലോമീറ്റർ. സിഗ്നൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മില്ല്, പാടത്തിൻ്റെ നടുവിൽ. അപ്പോൾ നോക്കട്ടെ, അന്വേഷിച്ച് നോക്കട്ടെ എന്താ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറി ലോഡിങ് പോയിന്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വണ്ടി. ഇനി ലോഡിങ് നടക്കണം. അപ്പോൾ കാലാവസ്ഥ കുഴപ്പമില്ല, എന്നാലും ഇടയ്ക്ക് മഴക്കാരൊക്കെ അങ്ങനെ ഇതിലിങ്ങനെ പോകുന്നുണ്ട്. ഒരു എണ്ണം വണ്ടി ലോഡായി നിൽക്കുന്നുണ്ട്, വേറെ എണ്ണം വണ്ടി ലോഡ് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മരപ്പൊടി കൊണ്ടുപോകാനുള്ള ലോഡ് കേട്ടോ. മരപ്പൊടി ലോഡാണ് ഇവർക്ക് തമിഴ്നാട്ടിലേക്ക്. ഈ സാധനം മരം പൊടിച്ചിക്കാണ്ടുള്ള ഇതായി പൊടി എന്ന് പറയാനില്ല, ചീള്. അപ്പോൾ കമ്പനീൻ്റെ ബാക്കിൽ അവിടെ അതിൻ്റെ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പൊടി അവിടെ ഉണ്ട്, നടന്നുകൊണ്ട് നിൽക്കുകയാണ് ലോഡിങ്. മരം പൊടിച്ച് കയറ്റാണ്. പിന്നെ ലോഡിങ് നടക്കട്ടെ. നമ്മൾ കൊടുന്ന ചാക്ക് നിറച്ചിട്ട് വേണം ലോഡ് കയറ്റാൻ. അപ്പോൾ ചാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഭായിമാർ. ഉള്ളിൽ കണ്ടില്ലേ കൂമ്പാരാക്കി വെച്ചിരിക്കണ അരി, അത് നിറച്ചാൽ കയറും. അരേ ഭായേ ജൽദി കറോ. ഇതൊരു പണി തന്നെയാണ്. ആ കവറ് ഒട്ടിക്കണം, അതൊക്കെ വേറെ എടുക്കണം ഭായിമാർ. പുതിയത് അടിച്ചു കൊടുന്ന അതൊരു പണിയായിപ്പോൾ പുതിയ ചക്കായതുകൊണ്ട്. അപ്പോൾ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഭായിമാർ ചാക്ക് നിറച്ച് കയറ്റുണ്ട്. നല്ല അടിപൊളി ഏരിയ കേട്ടോ, ജയാണ് അരി. നല്ല അടിപൊളി ഏരിയ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങൾ ലോഡായിട്ട് വരുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാം. കൂടുതൽ നീട്ടിക്കാണ്ട് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ.